എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമായാൽ വീണ്ടും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നാൽ 3 മേഖലകൾ പിടിച്ചാൽ കിട്ടാത്ത വിധം മുന്നേറും. ബിസിനസ് മാധ്യമങ്ങൾ ഒരു സർവേ നടത്തി. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ, വ്യോമയാനം, ഹൈവേ വികസനം ഈ 3 മേഖലകൾക്ക് മൂന്നാം മോദി സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകും എന്നാണ് വിവരങ്ങൾ. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് BJP പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ ആ പ്രകടന പത്രികയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുമെന്നൊരു അവകാശവാദം ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്താണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. കൂടുതൽ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റുകൾ, ആക്സസ് കൺട്രോൾ സ്പീഡ് ഹൈവേകൾ, ഒരു അന്താരാഷ്ട്ര വ്യോമയാന കേന്ദ്രമായി ഇന്ത്യയെ വികസിപ്പിക്കൽ, ഇതെല്ലാം അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് പട്ടികയിലുള്ളത്. വ്യോമയാന മേഖലയിൽ ലോകത്ത് എല്ലായിടത്തുമുള്ള പ്രദേശങ്ങളിലേക്ക് സിംഗിൾ പോയിന്റ് കണക്ടിവിറ്റി നൽകുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ നൽകിക്കൊണ്ട് പ്രാദേശിക അന്താരാഷ്ട്ര ഹബ്ബുകളാക്കി വിമാനത്താവളങ്ങളെ മാറ്റുന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുണ്ട്. എന്തായാലും ഇതോടൊപ്പം വലിയ നിക്ഷേപങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വ്യവസായ മേഖലകളിലും കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടെ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ നാട്ടിലെ ഹൈവേ വികസനത്തിന് നൽകിയ പ്രാധാന്യം നമ്മുടെ കൺമുന്നിലുണ്ട്. നമ്മുടെ മുന്നിലുള്ള നല്ല നല്ല ഹൈവേകൾ അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. 2014 91,287 കിലോമീറ്ററിൽ നിന്ന് 2023 അവസാനത്തോടെ 1,46,145 കിലോമീറ്റർ ദേശീയ പാതകളുടെ നീളം കൂടി. 60% വർധനമാണ് അവിടെ ഉണ്ടായത്. 4 വരി പാതകൾ, ദേശീയ പാതകൾ, ഇതൊക്കെ 2014 18,387 കിലോമീറ്ററിൽ നിന്നത് 2023 അവസാനത്തോടെ 46,179 കിലോമീറ്ററായി വികസിച്ചു. രാജ്യത്തിൻ്റെ ജീവനാഡി എന്ന് തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ വിശേഷിപ്പിക്കുന്നത്. 2023 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 5.85 ബില്യൺ യാത്രക്കാരെ വഹിക്കാൻ റെയിൽവേക്ക് സാധിച്ചു എന്നത് ചില്ലറ കാര്യമല്ല. കൂടാതെ മോദി സർക്കാരിൻ്റെ കീഴിൽ വന്ദേ ഭാരത് എന്ന സെമി ഹൈസ്പീഡ് ട്രെയിനിൻ്റെ അവതരണമുണ്ടായി. അങ്ങനെ രാജ്യത്തുടനീളമുള്ള റെയിൽവേ മേഖലകളിൽ വൻതോതിലുള്ള ആധുനികവൽക്കരണത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു നേർക്കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. വ്യോമയാന രംഗത്താണെങ്കിൽ രാജ്യം വലിയ വളർച്ചയാണ് കൈവരിച്ചത്. വിമാനത്താവളങ്ങളുടെ, ചെറിയ നഗരങ്ങളുടെ ഒക്കെ നവീകരണം, രാജ്യത്തിൻ്റെ വ്യോമയാന ഭൂപടത്തിൽ ഇതിന് പ്രാധാന്യം കൊടുത്തതോടെ ഈ മേഖലയിലും വളർച്ച രേഖപ്പെടുത്തി. അതേസമയം വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ 3 മേഖലകളിൽ ഇതുവരെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ കുതിച്ചുചാട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. ഇന്ത്യൻ ജനതയുടെ ഒരു വലിയ ജനവിധിയോടെ BJP വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിൽ ആക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവരും പറയുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷത്തിൽ ഹൈവേ മേഖലയിൽ സർക്കാർ വലിയ സ്വകാര്യ പങ്കാളിത്തത്തോടെ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അവർ പറയുന്നു. 2025 സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ഹൈവേ വികസനത്തിന്റെ വേഗത പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ദഗതിയിലായിരുന്നു. ജൂലൈ മുതൽ വികസനം വേഗത്തിലാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പൊതു തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം ലേലം വിളിക്കുന്നതും നൽകുന്നതുമായ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്നും 2025 സാമ്പത്തിക വർഷത്തിൽ ധാരാളം പ്രോജക്റ്റുകൾ നിർമ്മാണ മേഖലയിൽ പ്രതീക്ഷിക്കുന്നുവെന്നും PNC ഇൻഫോടെക് MD യോഗേഷ് കുമാർ പറയുന്നുണ്ട്. റെയിൽവേ മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ സാക്ഷ്യം വഹിച്ചേക്കും. വരും മാസങ്ങളിൽ കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ട്രാക്കിൽ ഇറങ്ങിയേക്കും. നിലവിൽ രാജ്യത്ത് 90ഓളം വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സർവീസ് നടത്തുന്നത്. അത് 2030 ആകുമ്പോഴേക്കും 800ഓളം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ട്രാക്കിൽ ഇറക്കാൻ റെയിൽവേയുടെ പദ്ധതികൾ വരാം. ആധുനികവൽക്കരിച്ച ഇത്തരം കോച്ചുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സ്വകാര്യ കമ്പനികളെ ക്ഷണിച്ചേക്കാം. മികച്ച സൗകര്യമുള്ള യൂണിറ്റുകൾ രംഗത്തെത്തിയാൽ ഈ നേട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ കൈവരിക്കാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. മൂന്നാം മോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിലേറുമെന്ന വ്യക്തമായ സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 400 സീറ്റുകൾ ലക്ഷ്യം വെച്ച BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി 350-ൽ കൂടുതൽ സീറ്റുകളുമായി അധികാരത്തിലേറും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമായാൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിലേറിയാൽ ഈ പറയുന്ന മേഖലകളിലൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടമായിരിക്കും. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ വികസനം ശരിക്കും ഒരു വലിയൊരു വികസനത്തിലേക്കായിരിക്കും ഭാരതം പോകുന്നത്. എന്തായാലും അതിനി നമ്മൾ മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. എന്താണ് സംഭവിക്കാൻ പോകുക, ഈ പറയുന്ന വികസനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തുടർന്നും സാധ്യമാകുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.